പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീ എ വിജയരാഘവനാണ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ എനിക്കൊപ്പം ഉള്ളത്. ശ്രീ വിജയരാഘവൻ, സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു 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 ഇടവേളയ്ക്ക് ശേഷമാണ് പാലക്കാട്ടേക്ക് വരുന്നത്. ഇത്തവണ CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ ഇവിടെ മത്സരിക്കുന്നു. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനത്തിന് നേതൃപരമായ പങ്ക് കേരളത്തിൽ വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് പാലക്കാട്ടെ ഒരു പൊതു അനുഭവം? പുതിയ വോട്ടർമാരുണ്ട്, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് എങ്ങനെയുണ്ട്? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപരിചിതത്വം ഒട്ടുമില്ലാത്തൊരു നിയോജകമണ്ഡലമാണ്. നമ്മൾ ഇവിടുന്ന് ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയും കർഷക തൊഴിലാളി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയും നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികളും ചെറുകിട കൃഷിക്കാരുമുള്ള പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം പാലക്കാടിൻ്റെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ രക്തതാളങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള പുരോഗമന വീക്ഷണവും തൊഴിലാളി വർഗ കാഴ്ചപ്പാടും സമരാനുഭവങ്ങളുടെ ഭൂമികയുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രദേശത്താവുമ്പോൾ നമുക്ക് ഇപ്പോൾ കാലികമായ രാഷ്ട്രീയ അനുഭവങ്ങളുടെ പ്രതിഫലനം അവരുടെ ഓരോ സമീപനത്തിലും നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. അല്ലെങ്കിൽ നമുക്കതിങ്ങനെ അനുഭവവേദ്യമാകും ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്നത്. പുതിയ വോട്ടർമാരോട്, പുതിയ തലമുറയോടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ ഒരു ആശങ്കയും അവരുടെ രാഷ്ട്രീയ ചിന്തയും അവരുടെ ഒരു വോട്ടിനോടുള്ള കമ്മിറ്റ്മെൻറ്റും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതിപ്പോൾ നമ്മുടെ ഏത് തിരഞ്ഞെടുപ്പായാലും അതിൻ്റെ ഒരു കരുത്ത് പറഞ്ഞാൽ അതിൽ യുവജന പങ്കാളിത്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ചില പ്രദേശങ്ങളുടെ പ്രത്യേകത ഉണ്ട്. ചില സ്ഥലത്ത് വലിയ യുവജന മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രദേശങ്ങളുണ്ട്. മറ്റൊന്ന് കേരളത്തിൻ്റെ ഒരു പൊതു പ്രത്യേകത പോലെ തന്നെ യുവാക്കൾ പുറത്തേക്ക് പോയിട്ടുള്ളതിൻ്റെ അനുഭവമുള്ള ചില നഗരപ്രദേശങ്ങളിൽ അങ്ങനെയായിരിക്കും. ബാക്കിയുള്ളിടത്ത് ഗ്രാമങ്ങളിൽ നേരെ മറിച്ചാണ്. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഓവറോൾ പൊതുസമൂഹം ഇത്രയേറെ പൊളിറ്റിക്കൽ അലേർട്ടായ അപൂർവം തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലത്തെ ഒരു തെരഞ്ഞെടുപ്പിലാണ് അന്ന് ശ്രീ വിജയരാഘവൻ പാലക്കാട് ജയിച്ച് അങ്ങനെ കേരളത്തിൻ്റെ മുഴുവൻ തരംഗമായി. ഞങ്ങളൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ അന്നത്തെ ഒരു ഹീറോ ആയിരുന്നു ആ തെരഞ്ഞെടുപ്പിലെ വിജയം. വീണ്ടും അതുപോലൊരു പൊളിറ്റിക്കലായ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടേക്ക് ലീഡറായി വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിതിൽ ചോദിക്കാൻ വന്ന ഒരു കാര്യം, ഇപ്പം നഗരം BJP അവർക്ക് സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പെർഫോം ചെയ്യാമെന്ന് വിചാരിക്കുന്ന നഗരത്തെക്കുറിച്ച് എന്താണ് ശ്രീ വിജയരാഘവൻ്റെ ഒരു പാലക്കാട് നഗരത്തെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. ഈ പൊതുവേ നമ്മൾ കണ്ടത് 80കളുടെ അവസാനത്തിലാണ് ഞാൻ മത്സരിച്ചത്. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിൽ പൊതുവെ നമ്മൾ അത്ര ജയിക്കാതെ പോയൊരു തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. ഏറ്റവും 2-3 തവണ AKGക്ക് ശേഷം നമ്മളിവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. പിന്നെ 1980 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ മണ്ഡലത്തിലും CPM തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തോറ്റുപോയത് പാലക്കാട്ട്. അപ്പോൾ ആ പ്രത്യേകതകളെല്ലാം ഉണ്ടായിരുന്നു. അതിനെ നമ്മളങ്ങ് മുറിച്ചു കിടന്നു. അത് വലിയ മൂവ്മെൻ്റ്. അത് SFI വിദ്യാർത്ഥികൾ, പിന്നെ അതിസാധാരണക്കാർ, സത്യത്തിൽ നമുക്ക് എതിരായ സാഹചര്യങ്ങൾ നിലനിൽക്കാൻ നമുക്ക് അതിനെ മുറിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നില്ല. ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പ്രത്യേകത ഈ പുതിയൊരു രാഷ്ട്രീയ സ്ഥിതി ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ 2 ഭാഗം. ഒന്ന്, ഇപ്പോൾ നമ്മളെല്ലാവരും സൂചിപ്പിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളുടെ ഇന്നത്തെ ഒരു പൊതു സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരിലും ആശങ്കയുണ്ട്. കാരണം ജീവിതം എന്നത് ഏറ്റവും എക്സ്പെൻസീവായി, വളരെ ചിലവ് കൂടി, ജീവിതത്തിൻ്റെ ചിലവ് കൂടി. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ വരുമാനമായിട്ട് ചേർന്ന് പോകാൻ കഴിയില്ല. മോദി പുറത്ത് പ്രസംഗിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു. വളരെ പുറത്തുള്ള കുറേ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് കുറേ സർക്കാരിൻ്റെ ബാങ്കിൻ്റെ ഒക്കെ സ്കീമുകളെ മോദിയുടെ ഗ്യാരണ്ടി ആക്കിയിരിക്കും. ഇതൊക്കെ സാധാരണ രീതിയിൽ ബാങ്കുകളുടെ സ്കീമുകളാണ്. ബാങ്കുകളുടെ സ്കീമുകൾക്ക് പിന്നെ മോദി സ്തുതിയുടെ അകമ്പടിയിൽ കാര്യങ്ങൾ പറയാം. ഇതൊന്നും അടിസ്ഥാനപരമായി ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലേക്ക്. ജീവിതത്തിൻ്റെ തൊലിപ്പുറമേയുള്ള ചില കാര്യങ്ങളിലാണ് മോദി ഗ്യാരണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ജീവിതവുമായി ബന്ധപ്പെട്ട ഉള്ളിലേക്ക് കയറി വരുന്ന ബേസിക് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പിന്നെ അതുപോലെയുള്ള ആരോഗ്യ സംവിധാനങ്ങളുടെ മേഖലയിൽ ഉണ്ടാവേണ്ട സുരക്ഷിതത്വം, പൊതുജീവിത സുരക്ഷിതത്വം, ഇതൊന്നും ബേസിക് ഇഷ്യൂസിൽ വലിയ തകർച്ചയില്ല രാജ്യം നേരിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളാണ് നമ്മൾ ഇതിലെല്ലാം നേരിടുന്നത്. ഇന്ത്യ വികസിച്ചു എന്ന് പറയുമ്പോൾ വ്യവസായം വികസിക്കുന്നില്ല, കോർ ഇൻഡസ്ട്രീസ് വികസിക്കുന്നില്ല, അഗ്രികൾച്ചർ വികസിക്കുന്നില്ല, അൺഎംപ്ലോയ്മെൻറ്റ് റിസോൾവ് ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വികസിച്ചു പറഞ്ഞാൽ കോർപ്പറേറ്റാണ്, കോർപ്പറേറ്റ്സിൻ്റെ പ്രോഫിറ്റ്സാണ്, അവരുടെ ലാഭം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനത് എൻ്റെ ഒരു ഫീലിംഗ്. പിന്നെ കമ്മ്യൂണൽ അജണ്ട എല്ലാവരെയും ഭീതിയിലാക്കിയിട്ടുണ്ട്.
അത് മൈനോറിറ്റിയുടെ മാത്രം പ്രശ്നമല്ല. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഈ നെഗറ്റീവ് ക്യാമ്പയിൻ്റെ ഒരു കാലം കൂടിയാണല്ലോ. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്, നഗരം കേന്ദ്രീകരിച്ച് BJP അവരുടെ പരമാവധി വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നു. നെഗറ്റീവ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു പുതിയ കാലത്തെ പ്രശ്നത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാലക്കാട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാനത് നോക്കിയപ്പോൾ പൊതുവെ ക്യാമ്പയിനുകളുടെ ഒരു പൊതുസ്ഥിതിയിൽ അങ്ങനെ ചെയ്യും. നെഗറ്റീവായിട്ടുള്ള എതിരാളികളുടെ ഭാഗത്ത് ഉയർത്തി കൊണ്ടുവരാൻ കഴിയും. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഉയർത്തി കൊണ്ടുവരാൻ എതിരാളിക്ക് തടസ്സം നിൽക്കുന്നൊരു ഘടകം, ഒരു കമ്പാരിറ്റീവ് പരിശോധന നടത്താൻ കഴിയും. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റും കൂടി ഉണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നെഗറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നാലും വേണ്ടത്ര ഏശില്ല. പിന്നെ ഇത് വ്യക്തിപരമായ മത്സരമല്ലല്ലോ, ഇത് രാഷ്ട്രീയ മത്സരമാണ്. നഗരത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാം, പാലക്കാട് നഗരം അത് പിന്നെ പുതിയൊരു വിധിയെഴുത്ത് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാലക്കാട് നഗരം ഒരു പുതിയ വിധിയെഴുത്ത്. നമ്മൾ നഗരം കഴിഞ്ഞ കുറേ കാലങ്ങളിൽ പ്രതികരിച്ചതുപോലെയല്ല ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കാൻ പോകുന്നത്. നഗരത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒന്ന്, ഈ നഗരത്തിൻ്റെ ജനങ്ങളുടെ പ്രത്യേകതകളൊക്കെയാണ് നഗരമാണത്. ഇതൊരു പഴയ സിറ്റിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് സാംസ്കാരിക വൈവിധ്യങ്ങളുണ്ട് ഇവിടെ. പക്ഷേ ആ വൈവിധ്യങ്ങളെ വർഗീയ ശക്തികളാണ് പാലക്കാട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വർഗീയ ശക്തികൾ വൈവിധ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ്. ഞാൻ പറയാം വൈവിധ്യങ്ങളെ ഈ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഒരു പൊളിറ്റിക്കൽ വിധിയെഴുത്താണ് നഗരത്തിൽ പോലും ഉണ്ടാവുക എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു പ്രാഥമികമായ ഇടപെടലിൽ എനിക്ക് അങ്ങനെയാണ് അത് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരു സ്ഥാനാർത്ഥിക്ക് ആ ഒരു തോന്നൽ അത് ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഇടതുമുന്നണി വളരെ സജീവമായി ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുന്നു. AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാജ്യസഭാംഗമായിട്ടുള്ള KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും രാഷ്ട്രീയ നീക്കത്തെ, ലക്ഷണത്തെ, പ്രശ്നങ്ങളെ ഇടതുമുന്നണി എന്തുകൊണ്ടാണ് ജനങ്ങളോട് വിശദീകരിക്കുന്നത്? അല്ല, അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവർ നേരത്തെ നമ്മൾ സിറ്റിംഗ് MP മത്സരിക്കും എന്നുള്ള ഒരു പൊതു ധാരണ വന്നത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് അവർക്കത് ശരി, അതിനോട് കിടപിടിക്കാവുന്നൊരു സ്ഥാനാർത്ഥി പട്ടികയായിട്ട് ഈ സിറ്റിംഗ് MP എത്തുമ്പോൾ തികയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ മുറിച്ചെടുക്കണം അവർക്ക്. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ ചെന്നെത്തിയിട്ടുള്ള വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളുണ്ട്. ആ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ ഉത്തരം, പ്രതിസന്ധികൾക്ക് ലഘുവായ ഉത്തരം കാണാനാവുമോ? അതാണിപ്പോൾ കോൺഗ്രസ് ഈ ഗാംബ്ലിങ്ങിലൂടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മാധ്യമങ്ങളുടെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഇവരെ ഹീറോവൽക്കരിക്കും. ഇത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. കോൺഗ്രസിനകത്ത് നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളുടെ തുടർച്ചയാണ്. ഉത്തരേന്ത്യയെ പോലെ തന്നെ കേരളത്തിലും കോൺഗ്രസ് നേതാക്കന്മാർ BJPയിലേക്ക് ചാടി പോകുന്നതിൻ്റെ അമ്പരപ്പവർക്കുണ്ട്. തോത് കൂടിയതായി തോന്നുന്നു. അതാണ് അത് അനിൽ ആൻ്റണിയിൽ തുടങ്ങി പിന്നെ പത്മജ വേണുഗോപാലിലേക്ക് എത്തുമുണ്ടാക്കുന്ന ഒരു പൊതു ഫീലിംഗ് കേരളീയ സമൂഹത്തിന് എന്താ, ഇനി ആരൊക്കെ എന്നുള്ള വലിയ ചോദ്യ ചിഹ്നങ്ങളാണ്. അതിൽ ഉത്തരം കൃത്യമാണ്. ഇനിയും കുറേ ആളുകൾ ആ വഴിയിലേക്ക് വേഗത്തിൽ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന കോൺഗ്രസിനെ എല്ലാ കാലത്തും അതിൻ്റെ എല്ലാ തകരാറുകളെയും പിന്തുണക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളെയും യോജിച്ചുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ സ്ഥലം മാറ്റങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരു സ്ഥലം മാറ്റം എന്നേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. ഗാംബ്ലിംഗ് ആദ്യം പ്രയോഗിച്ചത് കോൺഗ്രസിന്റെ ഗാംബ്ലിംഗ് എന്നാണ്, ഇപ്പൊ അതൊരു സ്ഥലം മാറ്റം. അതാണ് ഗാംബ്ലിംഗ് എന്നത്. സാധാരണക്കാർക്ക് വേഗം അതൊരു ഗാംബ്ലിംഗ്, ഒരു ചൂതാട്ടത്തിന്റെ സ്വഭാവമാണ്. വേഗത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുമോ എന്നതിനപ്പുറത്തേക്കൊരു ദീർഘകാല രാഷ്ട്രീയ ചിന്ത കോൺഗ്രസിനില്ല എന്ന പ്രശ്നം ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് നേരിടുകയാണോ? 2019 ഒരു രാഹുൽ ഫാക്ടറൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിൽ കേരളത്തിലടക്കം കോൺഗ്രസിൻ്റെ ഒരു പൊതു അവസ്ഥ എന്താണ്? കോൺഗ്രസ് നമുക്ക് പറയാൻ വിഷമമുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ശക്തികളും ഒരുമിച്ച് നിന്നുകൊണ്ട് BJP അധികാര പ്രശ്നമാക്കുമെന്നുള്ളതാണ്. അതാണ് ഇടതുപക്ഷം എപ്പോഴും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുകയാണ് ചെയ്തത്. നമുക്ക് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള ബന്ധപാരസ്പര്യങ്ങളുടെ പരിശോധനയിൽ ഒരിക്കലും നമുക്ക് കോൺഗ്രസിനോട് ഒത്തു നിൽക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടൊരു കാര്യം, ഇപ്പോഴും ഈ നിമിഷത്തിലും അവരുടെ ഒന്നാമത്തെ ശത്രു ഇടതുപക്ഷമാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ വളരെ വിചിത്ര മനോഭാവമുള്ള ആളുകളാണത്. അവർക്കൊരിക്കലും രാജ്യത്തെക്കുറിച്ചോ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ നമ്മുടെ മതനിരപേക്ഷതയെക്കുറിച്ചോ ഉള്ള ആശങ്കകൾ അവർ അലട്ടുന്നേയില്ല. താൽക്കാലിക ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന ഭാഗ്യാന്വേഷികളുടെ സംഘമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അവർ ഇപ്പോഴും നിങ്ങളൊരു TV ചർച്ചയിൽ പങ്കെടുത്താൽ അവർ വിഷയത്തെ പിണറായി വിജയനിലേക്ക് വഴിതെറ്റിക്കാൻ പറ്റുമെന്നേ നോക്കുള്ളൂ. നിങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമത്തിനെ കുറിച്ചുള്ള ആലോചന എന്ന് ചോദിച്ചാൽ അവരപ്പം നേരെ പിണറായി വിജയൻ്റെ വീട്ടിലേക്കാണ് പോവുക, ഇന്ത്യയെക്കുറിച്ച് അന്വേഷിക്കില്ല. വളരെ വിചിത്ര മനോഭാവമുള്ള ഒരു സംഘം ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ. എന്നിട്ടും
നമ്മുടെ ദേശീയ തലത്തിൽ എങ്ങനെയെങ്കിലും BJP തോൽപ്പിക്കാൻ പറ്റും നോക്കുകയാണ്. പക്ഷേ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് ഒരു BJP വിരുദ്ധ സമരത്തിൻ്റെ മുന്നിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ആടി ഉലഞ്ഞു നിൽക്കാനേ കഴിയുന്നു. ആ പരിമിതി ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതു ചർച്ചകളിലൊക്കെ ടെലിവിഷന് പുറത്ത് അല്ലെങ്കിൽ ടെലിവിഷൻ്റെ തന്നെ പൊതു ചർച്ചകളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ അവരുടെ വക്താക്കളോ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ രാജ്യത്ത് BJPക്ക് എതിരായിട്ടൊരു സർക്കാർ വരും, ആ സർക്കാരിൽ കോൺഗ്രസ് ആണ് അങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് എന്ന് വീണ്ടും വീണ്ടും ആളുകളോട് പറയാൻ ശ്രമിക്കുന്നു. 2019 അത്ര ഒരു ആവേശമോ ആത്മവിശ്വാസമോ കാണാനില്ലെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ അവരുടെ വിജയമാണ്. കേരളത്തിലെ ഇടതുപക്ഷം എന്തുകൊണ്ട് ലോക്സഭയിലെത്തണം എന്നൊരു ചോദ്യത്തിന് എന്താണ് നിങ്ങൾ വിശദീകരിക്കുന്നത് ജനങ്ങളോട്, സ്ഥാനാർത്ഥികളും മുന്നണിയും പാർട്ടിയും? ഇന്നത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPക്ക് ആരെയും വിലക്കെടുക്കും. അതാണ് നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന കോൺഗ്രസ് MP-യെ വിലക്കെടുക്കാം, പ്രാദേശിക പാർട്ടിയിൽ നിന്ന് അത്യാവശ്യം വന്നാൽ ആളുകളെ വിലക്കെടുക്കാം, ചിലപ്പോൾ പാർട്ടിയെ മൊത്തത്തിൽ വിലക്കെടുക്കാം, കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന ഘടകത്തെ വിലക്കെടുക്കാം. അപ്പോൾ BJPക്ക് ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും വിലക്കെടുക്കാൻ കഴിയുന്ന, BJPക്ക് ഭൂരിപക്ഷത്തിന് കുറവുണ്ടെങ്കിൽ, BJPക്ക് ഒരു ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ, BJPക്ക് ഒരു കരിനിയമം പാസ്സാക്കണമെങ്കിൽ വിലക്കെടുക്കാൻ കഴിയാത്ത MP ആര്? അതാണ് BJP വിരുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ കുന്തമുന ആരാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ നയിക്കുക? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇടതുപക്ഷത്തോളം വിശ്വസിക്കാൻ കഴിയുന്ന, കൃത്യതയുള്ള നിലപാടുള്ള, ചാഞ്ചാട്ടമില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളുള്ള മറ്റാരുമില്ല. കേരളത്തിന് മാത്രമേ അത്തരമൊരു നിലപാടിന് മുന്നിൽ കരുത്തോടു കൂടി നിൽക്കാൻ കഴിയും. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാരെ വിജയിപ്പിക്കാൻ കഴിയുക. അതുകൊണ്ട് ഇടതുപക്ഷക്കാർ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നത് ഈ പാർലമെൻറ്റിനെ ആകെ, ജനതയെ ആകെ, ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തെ ആകെ കോർപ്പറേറ്റ് ധനബിന്ദുവിനോട് വിലക്കെടുക്കാനുള്ള BJP രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ പൗരത്വ നിയമത്തിൽ ഭേദഗതി വന്നു, അതിൻ്റെ ചട്ടങ്ങൾ പുറത്തു വന്നു, ഇപ്പോൾ പോർട്ടലും തുറന്നു. ഇത് കേരളത്തിലെ രാജ്യമാകെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നുണ്ട്. വലിയ സമരങ്ങൾ ആരംഭിച്ചു, DYFI അടക്കം സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ ഇതൊരു മുഖ്യ വിഷയമാകുമ്പോൾ അത് ഒരുപോലെ എൻകാഷ് ചെയ്യാൻ LDF ഈ വിഷയത്തെ മുൻപോട്ട് കൊണ്ടുവന്നു, കോൺഗ്രസും കൊണ്ടുവന്നു. പക്ഷേ ഇതിലെന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം? ഈ ഒരേ വിഷയം രണ്ട് മുന്നണികളും ഒരുപോലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, BJP വിരുദ്ധമായി അവതരിപ്പിക്കുമ്പോൾ എന്തിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം? മതന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള BJP നിലപാടുകളിൽ ഇടതുപക്ഷവും കോൺഗ്രസും സ്വീകരിക്കുന്ന സമീപനം എന്ത്? അത് വളരെ പ്രത്യേകതയുള്ളതാണ്. അവിടെ വളരെ കൃത്യതയുള്ള, ചാഞ്ചാട്ടമില്ലാത്ത നിലപാടുള്ളത് ഇടതുപക്ഷത്തിനാണ്. കോൺഗ്രസ് ഇവിടെ ഒരു പ്രകടനം നടത്തും, എന്നാൽ കേരളത്തിന് പുറത്ത് നടത്തൂല. മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ദില്ലിയിലോ അല്ലെങ്കിൽ പിന്നെ ബീഹാറിലോ UP-യിലോ അത്തരമൊരു സമരമുഖത്ത് കോൺഗ്രസിനെ കാണാൻ കഴിയില്ല. കോൺഗ്രസ് ഈ സമരം നടത്തുന്നത് ഈ വിഷയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടല്ല, ലീഗിനൊപ്പം നിർത്താനോ അല്ലെങ്കിൽ മതന്യൂനപക്ഷത്തിൻ്റെ മുന്നിൽ ഒരു ചെപ്പടി വിധി കാണിക്കാനോ വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഇടപെടുക എന്നല്ലാതെ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, തീവ്ര വ്യക്ത രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടേ ഇല്ല. ദേശീയ തലത്തിലും കൈകാര്യം ചെയ്തിട്ടില്ല, സംസ്ഥാന തലത്തിലും കൈകാര്യം ചെയ്തിട്ടില്ല. ഓരോ വിഷയവും അത് നമ്മൾ ചർച്ച ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് ചാഞ്ചാടി പോകുന്നു കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പോലും. അതുകൂടി നമ്മൾ കണ്ടുപോകണം. ഇവിടെ അവർ കേരളത്തിലെ മതന്യൂനപക്ഷത്തെ സ്വന്തം പിടിയിൽ ഒതുക്കണം അല്ലെങ്കിൽ ലീഗിനെ മുന്നണിയിൽ നിർത്തണം എന്ന് ആ കമ്പൽഷൻസാണ്. ചില കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ അവബോധത്തിൻ്റെ മുന്നിൽ മാറി നിന്നാൽ ഒറ്റപ്പെടും എന്നുള്ള നിലയിലുള്ള ഒരു രക്ഷപ്പെടൽ തന്ത്രം മാത്രമാണ് ഇവരുടെ ഇക്കാര്യത്തിലുള്ള സമീപനവും ഇടപെടലുകളും. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ രാജ്യമാകെയുള്ള പ്രവർത്തനത്തെ നേരിട്ട് മനസ്സിലാക്കിയ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ ഇപ്പോൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു മുന്നണി വരുന്നു, അല്ലെ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് കേരളത്തിലെ വോട്ടർമാരോട് കോൺഗ്രസ് പ്രചരിപ്പിച്ചാൽ, പറയാൻ ശ്രമിച്ചാൽ വസ്തുത എന്താണ്? കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന, ശിഥിലീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നുണ്ട്. ഇത് വസ്തുതയാണ്. ഇത് നമ്മളിപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? ഓരോ ദിവസവും രാവിലെ കൂട്ടമായി കോൺഗ്രസ് നേതാക്കന്മാർ കാലുമാറി പോകുമ്പോൾ ഈ പാർട്ടി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കതിൽ താല്പര്യമൊന്നുമില്ല, കോൺഗ്രസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നല്ല. പക്ഷേ അതൊരു BJP തന്ത്രമാണ്. അവിടെയാണ് കോൺഗ്രസ് പരിശോധിക്കേണ്ടത്. കോൺഗ്രസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യിക്കുക, അതിനെ വിലക്കെടുക്കുക, അതിൽ അവസരവാദികളെ തങ്ങളുടെ പക്ഷത്തേക്ക് ചേർക്കുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിനെ മാത്രമല്ല മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും ആ ദിശയിലേക്ക് കൊണ്ടുപോവുക. ആ BJP തന്ത്രത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്ക് ബദലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കി പോകണം. 2019 അല്ല ഈ 2024. 2019-ലും അത് സത്യമായിരുന്നില്ല. പക്ഷെ കേരളത്തിലെ മാധ്യമ പിന്തുണയോടെ ആളുകളെ പറ്റിക്കാൻ സാധിച്ചു. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു ചരിത്ര നിയമമാണ്.
അപ്പോൾ ഞങ്ങളേതായാലും ഇത്രയും നേരം ചുരുക്കിയ സമയം കൊണ്ട് പാലക്കാട് നിന്ന് സഞ്ചരിച്ചു തുടങ്ങി കേരളമാകെ എല്ലാ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം അതൊക്കെ സംസാരിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം, പ്രതിപക്ഷ മുന്നണി എവിടെ, BJP എവിടെ, ഇതിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നൊക്കെയാണ് വിശദമായി സംസാരിച്ചത്. അപ്പോൾ ഏതായാലും പാലക്കാടിൻ്റെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ്. തീർച്ചയായിട്ടും പാലക്കാട്ടിലെ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എ വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് രാവിലെ തിരക്കിട്ട് പോകുന്നതിനിടയിലാണ് നമ്മളുമായി അല്പനേരം സംസാരിച്ചത്. പാലക്കാട് വെച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനം തുടരുകയാണ്. അതിനിടയിലാണ് CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള ശ്രീ വിജയരാഘവൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെക്കുറിച്ചും എന്തുകൊണ്ട് ഇടതുപക്ഷം വിജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത്.